ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ വളർത്തുന്ന ചീരയിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമുണ്ട്, ഇലപ്പുള്ളി രോഗം എന്നൊക്കെ പറയും. ഇതിന് തടയാനായിട്ട് നമുക്ക് മാരകമായിട്ടുള്ള കീടനാശിനിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആ ഒരു കീടനാശിനി ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, കൂട്ടത്തിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോഷക ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയ ഒരു ഇലക്കറിയാണ് ചീര. നാരുകൾക്ക് പുറമെ ഇരുമ്പ്, കാൽഷ്യം, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, കെ, എ, ഇ എന്നിവയും ഫോളിക് ആസിഡ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവയും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. പൊട്ടാസ്യം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ചുവന്ന ചീര ലവണങ്ങളുടെ തുലനത്തിന് സഹായിക്കുന്നു. വിളർച്ച, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ആസ്മ, അതിസാരം, അസ്ഥിരോഗങ്ങൾക്ക് വരെ ചുവന്ന ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ചില ക്യാൻസറുകളെ തടയാനും ചീരയ്ക്ക് കഴിയും. അധികം കീടാക്രമണമൊന്നുമില്ലാത്ത ഒരു പച്ചക്കറിയാണ് ചീര. ഇലപ്പുള്ളി രോഗം, മൊസൈക്ക് രോഗം എന്നിങ്ങനെയൊക്കെ ചിലയിടത്ത് കണ്ടുവരാറുണ്ട്. മഴക്കാലത്താണ് ഈ അസുഖങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പക്ഷേ മാരകമായിട്ടുള്ള കീടനാശിനികളൊന്നുമില്ലാതെ തന്നെ ഇലപ്പുള്ളി രോഗം നമുക്ക് വീട്ടിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സാധാരണ ചുവന്ന ചീരയിലാണ് ഈ രോഗം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പച്ചച്ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. സാധാരണ ചുവന്ന ചീര നടുമ്പോൾ ചുവന്ന ചീരയുടെ ഇടയ്ക്ക് പച്ച ചീരയും കൂടി നടുന്നത് വളരെ നല്ലതായിരിക്കും. ഇലപ്പുള്ളി രോഗം ചെറിയ രീതിയിലൊക്കെ തടയാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. റൈസോക്ടോണിയ സോളനി എന്ന കുമിൾ രോഗമാണ് ഇലപ്പുള്ളി രോഗകാരി എന്ന് പറയുന്നത്. ഇതങ്ങനെയാ ചീരയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ചീരയുടെ ഏറ്റവും അടിഭാഗത്തുള്ള ഇലയിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടുവരുന്നത്. പിന്നീട് ചീരയുടെ ഇലയുടെ മേളിലേക്കൊക്കെ ഇത് പടരുകയാണ് ചെയ്യുന്നത്. വെളുത്ത പൊട്ടുകൾ പോലെ ആയിരിക്കും ഇത് ഉണ്ടാവുക. പതിയെ ഇലയിലൊക്കെ വ്യാപിച്ച് ലാസ്റ്റ് ഇലയൊക്കെ വെളുത്ത നിറത്തിലേക്ക് മാറും. ഇങ്ങനെ മുഴുവനായിട്ടും ചെടിയിൽ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചെടി പിഴുതെടുത്ത് നശിപ്പിക്കുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക. ഇലപ്പുള്ളി രോഗത്തെ തടയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിന് നമുക്ക് വേണ്ടത് പാൽക്കായമാണ്. പാൽക്കായം എന്ന് പറഞ്ഞാൽ ശർക്കരയുടെ പരുവത്തിലൊക്കെ ആയിരിക്കും ഇത് ഇരിക്കുന്നത്. ഒരു കുഴമ്പ് പരുവത്തിൽ ശർക്കരയുടെ രൂപത്തിലൊക്കെ ആയിരിക്കും ഈ പാൽക്കായം എന്ന് പറയുന്നത്. ഇതാണ് പാൽക്കായം. പാൽക്കായം മരുന്ന് കടകളിലൊക്കെ കിട്ടും. 20 ഗ്രാമിനും 30 ഗ്രാമിനൊക്കെ 50 രൂപ 60 രൂപയൊക്കെ വരത്തുള്ളൂ. ഈ പാൽക്കായവും മഞ്ഞൾപ്പൊടി മിശ്രിതവും ഉപയോഗിച്ച് നമുക്ക് ഇലപ്പുള്ളി രോഗത്തെ നല്ല രീതിയിൽ തടയാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പെസ്റ്റിസൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് 10 ഗ്രാമോളം വരുന്ന പാൽക്കായമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ശർക്കരയുടെ രൂപത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അലിയാനായിട്ട് ഭയങ്കര പാടാണ്. പതുക്കെ അലിയത്തുള്ളൂ. അലിയാനായിട്ട് നമുക്കിത് ചിരകിയിടാനായിട്ട് പറ്റും. ചിരകിയാൽ വേഗം തന്നെ അലിഞ്ഞ് കിട്ടും. നമുക്ക് 2.5 ലിറ്ററോളം വെള്ളത്തിൽ 10 ഗ്രാമോളം വരുന്ന പാൽക്കായം അലിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സോഡാപ്പൊടിയാണ്. 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും അലിയിച്ച് മാറ്റണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. വീട്ടിൽ ഉണക്കി പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ പാൽക്കായം നല്ല രീതിയിൽ അലിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു മിശ്രിതം നല്ലൊരു അരിപ്പയൊക്കെ ഉപയോഗിച്ചിട്ട് അരിച്ച് മാറ്റിയെടുക്കുക. പിന്നീട് അതൊരു സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ചീരയുടെ 2 വശത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചീരയിൽ വരുന്ന ഇലപ്പുള്ളി രോഗം തടയാനായിട്ട് നമുക്ക് നേരത്തെയും സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 4 ഇല പരുവമാകുന്ന ടൈമിൽ ഈ സ്പ്രേ അങ്ങ് ചെയ്ത് കൊടുത്താൽ വളരുന്ന ടൈമിൽ, അതായത് ഒരു 35 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ചീര വിളവെടുക്കും. ആ ഒരു ടൈമിലൊന്നും ഈ ഒരു പ്രശ്നം ചീരയിൽ ഉണ്ടാവത്തില്ല. ഇനി ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പാൽക്കായമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് വേണ്ടത് നല്ല പുളിച്ച തൈരുമാണ് വേണ്ടത്. ഇത് രണ്ടും
നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. 2.5 ലിറ്ററോളം വരുന്ന വെള്ളത്തിൽ പാൽക്കായവും പുളിച്ച തൈരും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ചെടിയിൽ 2 ഇലകളുടെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ ചെടി മുഴുവനായിട്ടും നമുക്ക് സ്പ്രേ ചെയ്താൽ മതി. ഇലപ്പുള്ളി രോഗമൊന്നും പിന്നീട് വരത്തില്ല. ഇതിനു മുൻപ് ചീരയെക്കുറിച്ച് 2 വീഡിയോ കൂടി ചെയ്തിരുന്നു. ടെറസിൽ എങ്ങനെ ചീര കൃഷി ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതിനെക്കുറിച്ചും ചീരയുടെ വളർച്ച എങ്ങനെ വേഗത്തിലാക്കാവുന്നതിനെക്കുറിച്ച് 2 വീഡിയോ ചെയ്തിരുന്നു. 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതെല്ലാവർക്കും ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.